എന്തിനു വേണ്ടിയായിരുന്നു പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ആ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നു, എന്തൊക്കെ നടന്നില്ല? കൃത്യം 10 മാസങ്ങൾക്ക് മുന്നേ ഞാൻ പലപ്പോഴായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു സന്ദേശമായിരുന്നു അത്. ഇന്ന് എനിക്ക് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോൺ വിളികൾ വന്നപ്പോൾ കുറേ പേര് മൗനമായിരുന്നു അറ്റത്ത്. ഒരാളും ഇന്ന് ചീത്ത പറഞ്ഞില്ല കേട്ടോ. പണ്ട് ഭയങ്കര ചീത്ത വിളിക്കായിരുന്നു, പാർട്ടിയെ ചതിച്ചു പോയി എന്നൊക്കെ. ഇന്ന് അവർക്ക് എനിക്ക് തോന്നുന്നത് പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ബലിയാടായ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് നമ്മളോട് കാണുന്ന ഒരു സഹതാപം എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ആരും ദേഷ്യപ്പെട്ടതൊന്നുമില്ല. പക്ഷെ കുറേ പേര് കരഞ്ഞവരുണ്ട് അപ്പുറത്ത് ഫോണിൻ്റെ തലക്കിൽ നിന്ന്. കുറേ പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല. ആ മൗനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കും. പേര് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ് കുറച്ച് പേര് സന്ദേശങ്ങൾ അയച്ചു. ഇതിൽ തന്നെ തുടർന്നിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളാണ് ശരിയെന്ന് കാലം വിധി എഴുതുമായിരുന്നില്ലേ എന്നൊക്കെ അവരുടേതായിട്ടുള്ള വികാരത്തിൻ്റെ പുറത്താണ് അവർ പറയുന്നത്. അപ്പോഴും അവരുടെ ആത്യന്തികമായ രാഷ്ട്രീയം എന്താണ് എന്നും രാഷ്ട്രീയത്തിൽ എന്താണ് നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ടത് എന്നൊന്നും അവർ ആലോചിക്കുന്നില്ല. വ്യക്തിപരമായ നമ്മളോടൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം. അപ്പോൾ ആ കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും മൗനം നടിച്ചാൽ കേരളത്തിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അത് രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അടക്കി വെക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഇതാണ് ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന അനുഭവം എന്നെങ്കിലും മനസ്സിലാക്കുക. കാരണം അടച്ചു വെക്കും തോറും ആളുകൾ എത്തിച്ചേരുന്ന ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതവും കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഒരാൾ പരിഗണിക്കപ്പെടരുത് എന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ പലപ്പോഴായി ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. എങ്കിൽ പോലും അന്ന് അത് ഒറ്റയാൾ പോരാട്ടമായി മാറി. ഞാനതിൻ്റെ ഇരയായി തീർന്നു. പക്ഷേ എൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ക്ലാരിറ്റി അന്നും ഇന്നും ഒക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ തെളിച്ചം വന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നത് പോലുമില്ല. ആളുകൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് ഈ പറയുന്ന ആരോപണ വിധേയനായ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആരോപണങ്ങൾക്ക് വിധേയനാകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന മാന്യദേഹത്തോടല്ല. മാന്യദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെ ആയിട്ട് വിചാരണ നേരിടേണ്ടി വരും കോടതിയിൽ തന്നെ. ഉദാഹരണം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. 2 കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടു. ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങളത് അതിൻ്റെ പകർപ്പൊക്കെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് ഇവിടുത്തെ പ്രക്ഷോഭ സമരങ്ങൾ കവർ ചെയ്യാനുള്ളതാണ്. 2, എനിക്ക് തോന്നുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടി ഒന്ന് പുറത്തു വന്ന ആ ഓഡിയോ ഒക്കെ ഞാനിപ്പോൾ വരുന്നത് ഒരു ബാർബർ ഷോപ്പിൽ നിന്നാണ്. ഞാനത് ബാർബർ ഷോപ്പിൽ നിന്നാണ് വരുന്നത് പറയാനും കാരണമുണ്ട്. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ അതിനെപ്പറ്റിയൊക്കെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് മുടി വെട്ടാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ ഓടി വന്നിട്ട്, ഞാൻ അവിടെ ഇരിക്കണമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആ ബ്യൂട്ടി സലൂണിൽ വന്നിട്ട്, അതെ അറിഞ്ഞോ രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കാൻ പോകാന്നിത്രേ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ അപ്പുറത്തെ ആൾ ഇവിടെ ഇരിക്കുന്ന ആളാരാണെന്ന് ചോദിക്കാത്തതിന് 1-2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ആളുകൾക്ക് ഒരു 24 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന വെളിപാടുകളെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ മാന്യദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ വരും. ആ കേസുകൾക്ക് ഒരു പക്ഷേ കൂട്ടുനിന്ന ആളുകൾ പൊതുസമൂഹത്തിൽ ഇനി വിചാരണ ചെയ്യപ്പെടാതെ പോകാനുള്ള സാധ്യതയെ മുൻനിർത്തിയാണ് എൻ്റെ പത്രസമ്മേളനം. അല്ലാതെ ഓൾറെഡി വിചാരണയിലേക്ക് വിധേയനാകേണ്ടുന്ന ആളെ കേരള പൊതുസമൂഹം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അപ്പോഴും കാണാമറയത്തിരിക്കുന്ന ചില മാന്യദേഹങ്ങളുണ്ട്. അവരെ നമുക്ക് എക്സ്പോസ് ചെയ്തേ പറ്റൂ. അത് വളരെ കൃത്യമായി ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ മാന്യദേഹം 3-4 വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ, ഒരു പ്രിഡേറ്റർ എന്നുള്ള രീതിയിൽ, ഇരകൾക്ക് മേൽ ചാടി വീഴുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഒഫൻസുകൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് രേഖാമൂലം എന്തെങ്കിലുമൊക്കെ പരാതികൾ കിട്ടിയിരുന്നോ? അതായത് 2 വർഷം മുന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നോമിനിയാക്കി എലക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു പുകമറ എന്നൊക്കെയുള്ള രീതിയിൽ, അതിലെ കഥകളൊന്നും ഞാനിവിടെ ചർച്ചയ്ക്ക് വെക്കുന്നില്ല. വ്യാജ വോട്ടർ ID എങ്ങനെ ഉണ്ടാക്കിയ, വ്യാജ വോട്ടുകൾ എങ്ങനെയാണ് യുവമോർച്ചക്കാരുടെ വോട്ടുകൾ കൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ തൻ്റെ നോമിനിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണമെന്ന് ഷാഫി നിർബന്ധം പിടിക്കാൻ രാഹുലിൻ്റെ ഈ അസാമാന്യ കഴിവാണോ ഷാഫി തിരഞ്ഞെടുക്കാൻ, അതായത് തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് വ്യക്തമാക്കണം. രാഹുലിൻ്റെ ഈ അസാമാന്യ പെർഫോമൻസ് ഷാഫിക്ക് മുന്നേ അറിയാമായിരുന്നു എങ്കിൽ അതിൻ്റെ പേരിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിന് സംഘടനയ്ക്കകത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെയും
KSUക്കാരുടെയും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരാതി ലഭിച്ചിരുന്നോ? ചിലപ്പോൾ ഓറലായിട്ടായിരിക്കാം, ചിലപ്പോൾ എഴുത്തായിട്ടായിരിക്കാം. ലഭിച്ചിരുന്നോ എന്ന് വ്യക്തമാക്കിയാൽ മാത്രം മതി. ഇനി ഇല്ല എന്ന് പറയാനാണെങ്കിൽ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.